Hi, hello, my dear students. We are starting our class, part 4 class of our chapter 4 Movements of Earth, Rotation and Revolution. ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടൈം എക്സാമിന് നമുക്ക് തന്നിരിക്കുന്ന ചാപ്റ്ററാണ് ഫസ്റ്റ് ടൈം എക്സാമിന് ഉണ്ടാകും എന്ന് പറഞ്ഞ് നമുക്ക് തന്നിരിക്കുന്ന ചാപ്റ്ററാണ് ഈ ചാപ്റ്റർ 4 മൂവ്മെൻറ്റ്സ് ഓഫ് എർത്ത് റൊട്ടേഷൻ ആൻഡ് റെവല്യൂഷൻ. അപ്പോൾ അടുത്ത ക്ലാസ്സിന് മുമ്പായിട്ട് ടീച്ചർ നിങ്ങൾക്ക് നമ്മുടെ സ്കീം ഓഫ് വർക്ക്, അതായത് ഫസ്റ്റ് ടൈം പരീക്ഷയ്ക്ക് എത്രമാത്രം പോർഷനാണ് നമുക്ക് പഠിക്കേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അടുത്ത പാർട്ട് 5 ക്ലാസ്സിൻ്റെ തുടക്കത്തിൽ പറയുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ചാപ്റ്റർ നമുക്ക് ഫസ്റ്റ് ടൈം പരീക്ഷയ്ക്ക് നമ്മൾ പഠിക്കേണ്ടതാണ്. അപ്പോൾ ഇതിൻ്റെ 3 ക്ലാസ്സുകൾ ഓൾറെഡി ടീച്ചർ ചെയ്ത് കഴിഞ്ഞു. പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 ക്ലാസ്സുകൾ. നിങ്ങൾ ആരെങ്കിലും ഈ പാർട്ട് 1, 2, 3 ക്ലാസ്സുകൾ ഇതുവരെ അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ, അത് വ്യൂ ചെയ്തിട്ട് വേണം നിങ്ങൾ ഈ പാർട്ട് 4 ക്ലാസ്സിലേക്ക് വരാൻ. അവിടെ ആ പാർട്ട് 1 ക്ലാസ്സിൽ ഞാൻ റൊട്ടേഷൻ റെവല്യൂഷൻ പോലുള്ള മൂവ്മെൻറ്റ്സ് ഓഫ് എർത്താണ് ടീച്ചർ എക്സ്പ്ലെയിൻ ചെയ്തത്. രണ്ടാമത് നമ്മൾ അപ്പാരൻറ്റ് മൂവ്മെൻറ്റ് ഓഫ് ദ സൺ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് എക്സ്പ്ലെയിൻ ചെയ്തത്. അടുത്തത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സീസൺസ് ആണ് എക്സ്പ്ലെയിൻ ചെയ്തത്. മൂന്നാമത്തെ ക്ലാസ്സിലെ സീസൺ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട സീസൺസ്, അത് ഏത് ടൈം പീരീഡിലാണ് സീസൺ ഉണ്ടാകുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു ഈ പാർട്ട് 3 ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു പഠിച്ചു. ഇനി ഈ പാർട്ട് 4 ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ടൈം കാൽക്കുലേഷൻ. എങ്ങനെയാണ് നമ്മുടെ ഈ പല ഡിഫറെൻറ്റ് കൺട്രീസ് കാൽക്കുലേറ്റ് their local time, their standard time. Okay, what is the importance of Greenwich time? How this time calculation is going on? ഇങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിപ്പിക്കുക. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ക്ലാസ്സാണ്. നമുക്കറിയാം, ടീച്ചർ പഠിപ്പിച്ച കാലത്തൊക്കെ കുട്ടികൾക്ക് വളരെ പ്രയാസമായിരുന്നു ഈ ടൈം കാൽക്കുലേഷൻ. അവർക്കതങ്ങോട്ട് മനസ്സിലാവുന്നില്ലായിരുന്നു. അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് പഠിക്കുക. 1-2 പ്രാവശ്യം നമ്മുടെ ഈ ക്ലാസ് നിങ്ങൾ വീണ്ടും വ്യൂ ചെയ്ത് ഉറപ്പിക്കുക. ഓക്കെ, അപ്പോൾ ടൈം കാൽക്കുലേഷനിലേക്ക് നമുക്ക് കയറാം. ഇവിടെ നോക്കിക്കേ, ഇതെന്ന് പറയുന്നത് ന്യൂഡൽഹിയിൽ 2:30 PM നടക്കുന്ന ഒരു ഫുട്ബോൾ മാച്ച്. പല കോണ്ടിനെൻസിൽ, പല രാജ്യങ്ങളിൽ അവർ ലൈവായിട്ട് ഏത് സമയത്ത് കാണും. അപ്പോൾ ഇന്ത്യൻ ടൈം എന്ന് പറയുന്നത്, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം 2:30 PM ലൈവാണ്. ഈ ഫുട്ബോൾ മാച്ച് ലൈവാണ്. 2:30 PM ന്യൂഡൽഹിയിൽ മാച്ച് സ്റ്റാർട്ട് ചെയ്യും. അതേ സമയത്ത് ന്യൂയോർക്കിലുള്ള ഒരാൾക്ക് ഇത് കാണണമെങ്കിൽ അവർ രാവിലെ 5:30 AM വാച്ച് ചെയ്താലേ അവർക്ക് ലൈവായിട്ട് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ന്യൂയോർക്കിലിരിക്കുന്ന ഒരാൾ 5:30 AM കാണണം. ലണ്ടനിലിരിക്കുന്ന ഒരാൾ 10 AM കാണണം. ബെർലിനിൽ, അതായത് ജർമ്മനിയിലുള്ള ഒരാൾ 11 AM ആകുമ്പോൾ TV യുടെ മുന്നിൽ വന്നാലേ ലൈവായിട്ട് മാച്ച് കാണാൻ പറ്റത്തുള്ളൂ. ദെൻ ഇസ്ലാമാബാദിലുള്ളയാൾ 2:45 PM കാണേണ്ടത്. ദെൻ കേപ്പ് ടൗണിലുള്ള ഒരാൾ 11 AM കാണണം. ഇനിയും നമുക്ക് ഏറ്റവും പരിചിതമായ റിയാദിലിരിക്കുന്ന ഒരാൾ 12 PM ഇത് കാണേണ്ടത്. അതായത് കറക്റ്റ് നൂൺ ടൈമിലാണ് അവർക്ക് കാണുക. കാഠ്മണ്ഡുവിലിരിക്കുന്ന ഒരാളോ, നേപ്പാളിലെ കാഠ്മണ്ഡുവിലെ 2:45 PM അവർക്ക് ലൈവായിട്ട് അത് വരിക. സിംഗപ്പൂരിൽ 7 PM. ഓക്കെ, സിംഗപ്പൂരായപ്പോൾ 7 PM രാത്രി 7 മണിക്കാണ് സിംഗപ്പൂരുകാർക്ക് 2:30 PM ഇന്ത്യയിൽ നടക്കുന്ന മാച്ചിൻ്റെ ലൈവ് വരിക. ടോക്കിയോ ജപ്പാനിലെ ടോക്കിയോയിലിരിക്കുന്ന ഒരാളെ 6 PM കാണുക. ഇനിയും ഓസ്ട്രേലിയയിലെ സിഡ്നിയിലുള്ള ഒരാൾ എപ്പോഴാണ് കാണുക? 7 PM കാണുന്നു. അപ്പം നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്നുണ്ടാകും. 2:30 PM ഇന്ത്യയിൽ നടക്കുന്ന മാച്ച് കുറേ രാജ്യങ്ങളിൽ രാവിലെ തന്നെ അവരത് TV മുമ്പിൽ എത്തിയാലേ കാണാൻ പറ്റുള്ളൂ. മറ്റു ചില രാജ്യങ്ങളിൽ അവർ രാത്രിയിലാണ് ഈ മാച്ച് കാണുക, അല്ലേ? 6 PM, 7 PM അങ്ങനെയുള്ള സമയത്താണ് മാച്ച് കാണുക. ഇതിൽ നിന്ന് ഇറ്റ് ഈസ് ക്ലിയർ, ഡിഫറെൻറ്റ് കൺട്രീസ് ലോക്കൽ ടൈം ഈസ് ഡിഫറെൻറ്റ്.
പല രാജ്യങ്ങളുടെ ലോക്കൽ ടൈം പലതാണ്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. എങ്ങനെയാണ് ലോക്കൽ ടൈം ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് പോവുക. ഇന്ത്യയുടെ ലോക്കൽ ടൈം 2:30 PM ആകുമ്പോൾ ലണ്ടനിലെ ലോക്കൽ ടൈം 10 AM ആണ്. ഇപ്പം നമുക്കറിയാം, നമ്മുടെ ബന്ധുക്കളൊക്കെ ലണ്ടനിൽ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ 2:30 അവരെ ടെലഫോൺ ചെയ്യുമ്പോൾ അവർ ഫോൺ എടുക്കും. നമ്മൾ ചോദിക്കും, നിങ്ങൾക്കിപ്പോൾ എത്ര സമയമായി, നിങ്ങൾ ഉച്ചയ്ക്ക് ഊണ് കഴിച്ചോ? അപ്പോൾ അവരെന്ത് പറയും? അയ്യോ, ഞങ്ങൾക്ക് ഊണ് കഴിക്കാറായില്ല, ഇവിടുത്തെ സമയം എന്ന് പറയുന്നത് രാവിലെ 10 മണി ആയതേ ഉള്ളൂ, ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. ഓക്കെ, ഇതേ സമയത്ത് നമ്മൾ ജപ്പാനിലുള്ള നമ്മുടെ ഒരു ഫ്രണ്ടിനെ നമ്മൾ ടെലഫോൺ ചെയ്തിട്ട് 2:30 ടെലഫോൺ ചെയ്തിട്ട് നമ്മൾ ചോദിക്കുകയാണ്, ഊണ് കഴിച്ചോ, ഉച്ചക്കലത്തെ മീൽ കഴിച്ചോ? അപ്പോൾ അവരെന്ത് പറയും? അയ്യോ, ഞങ്ങൾ ഉച്ചയൊക്കെ കഴിഞ്ഞു, ഞങ്ങൾ ഇതേണ്ട ഞങ്ങളുടെ അത്താഴം കഴിക്കാൻ പോവുക, ഞങ്ങൾ വൈകുന്നേരത്തെ ഭക്ഷണം കഴിക്കാൻ പോവുക, ഞങ്ങൾക്ക് 6 PM ആയി അല്ലേ? അപ്പം നമുക്ക് 2:30 ആകുമ്പോൾ ജപ്പാനിൽ നിൽക്കുന്ന ഒരാൾക്ക് എന്തായി? അവർക്ക് രാത്രിയിലെ ഭക്ഷണം കഴിക്കാറായി. എന്നാൽ ലണ്ടനിലുള്ള ഒരാൾക്കോ അവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതേ ഉള്ളൂ. അവരുടെ സമയം അതാണ്. ഇപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഡിഫറൻസ് വരുന്നത്? എങ്ങനെയാണ് ടൈം കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഇതാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അപ്പം നമുക്ക് അതിലേക്ക് പോകാം. ഇത് ടീച്ചർ മറ്റൊരു ലിസ്റ്റ് ഇട്ടിരിക്കുകയാണ്. ഇന്ത്യൻ ടൈം 2:30 PM ആകുമ്പോൾ UAE ദുബായിലെ സമയം 1 PM, സൗദി അറേബ്യയിൽ 12 PM, യുണൈറ്റഡ് കിങ്ഡം അതായത് ലണ്ടനിൽ 10 AM, ഇനി USA അമേരിക്കയിലാണെങ്കിൽ 5:30 AM, USA കാലിഫോർണിയയിലാണെങ്കിൽ 2:30 AM. USA തന്നെ 2 സ്ഥലത്ത് വ്യത്യസ്ത സമയമാണ് കാണിക്കുന്നത്. ഓസ്ട്രേലിയയിലെ സിഡ്നിയിലെ അപ്പോൾ 7 PM ആയി. ജപ്പാനിലെ ടോക്കിയോയിലെ 6 PM ആയി. സിംഗപ്പൂരിലെ 5 PM ആയി. അപ്പം നമ്മൾ കണ്ട ആ മാപ്പിലെ സമയം തന്നെ ഞാനൊരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടിരിക്കുകയാണ്. ഇത് ഇത്രയേ ഉദ്ദേശിക്കുന്നുള്ളൂ. ലോക്കൽ ടൈം ഡിഫറെൻറ്റ് കൺട്രീസ് ഹാവ് ഡിഫറെൻറ്റ് ലോക്കൽ ടൈംസ്. ഓക്കെ, ഇനി നെക്സ്റ്റ്, ദ എർത്ത് ടേക്ക് 4 minutes ടു ടേൺ 1 degree ലോഞ്ചിറ്റ്യൂഡ്. എക്സ്പ്ലെയിൻ. എർത്തിന് 1 degree ലോഞ്ചിറ്റ്യൂഡ് ടേൺ ചെയ്യാൻ, എർത്തിന് കറങ്ങാൻ അതെടുക്കുന്ന ടൈം എന്ന് പറയുന്നത് 4 minutes ആണ്. അപ്പോൾ അതിനു മുമ്പ് നിങ്ങളെ ഞാൻ ടൈം കാൽക്കുലേഷൻ്റെ ഈ പിക്ചറിലേക്ക് കൊണ്ടുപോവാണ്. ടൈം കാൽക്കുലേഷൻ ഈസ് ബേസ്ഡ് ഓൺ ലോഞ്ചിറ്റ്യൂഡ്. നമുക്കറിയാം, നമ്മുടെ എർത്തിൻ്റെ സർഫസിൽ ഇമാജിനറി ആയിട്ടുള്ള 2 തരം ലൈൻസ് ആണുള്ളത്. ഒന്നെന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന ലാറ്റിറ്റ്യൂഡ്സ്. ലാറ്റിറ്റ്യൂഡ്സ് ആർ ദ ഇമാജിനറി ലൈൻസ്. ലാറ്റിറ്റ്യൂഡിലെ ഏറ്റവും സെൻട്രലിൽ വരുന്ന ലാറ്റിറ്റ്യൂഡ് ഏതാണ്? 0 degree അല്ലേ? 0 degree ഇക്വേറ്റർ. ദെൻ നോർത്തേൺ ഹെമിസ്ഫിയർ, സൗത്തേൺ ഹെമിസ്ഫിയർ. ഇൻ നോർത്തേൺ ഹെമിസ്ഫിയർ ദർ ആർ ട്രോപ്പിക് ഓഫ് ക്യാൻസർ, ആർട്ടിക് സർക്കിൾ ആൻഡ് 90 degree നോർത്ത് പോൾ. ദെൻ ഇൻ സൗത്തേൺ ഹെമിസ്ഫിയർ ട്രോപ്പിക് ഓഫ് കേപ്രിക്കോൺ, അന്റാർട്ടിക് സർക്കിൾ ആൻഡ് സൗത്ത് പോൾ 90 degree. But for time calculation we consider longitudes. What are longitudes? ഈ ഡയഗ്രത്തിലേക്ക് നോക്കിയേ, ലോഞ്ചിറ്റ്യൂഡുകൾ മാത്രമേ ഇവിടെ വരച്ചിട്ടുള്ളൂ. ഫ്രം പോൾ ടു പോൾ, ഫ്രം നോർത്ത് പോൾ ടു സൗത്ത് പോൾ we draw certain vertical lines, semi-circular lines. They are vertical, not horizontal. Latitudes are horizontal lines, but longitudes are vertical lines. They start from north pole to south pole, end in south pole. Okay, അപ്പോൾ നോർത്ത് പോളിൽ നിന്നും സൗത്ത് പോളിലേക്ക് വരയ്ക്കുന്ന ലോഞ്ചിറ്റ്യൂഡുകളാണ് ഏതിനെ ബേസ് ചെയ്യുന്നത്? ടൈം കാൽക്കുലേഷൻ നമ്മൾ ബേസ് ചെയ്യുന്നത്. എത്ര ലോഞ്ചിറ്റ്യൂഡുകൾ നമുക്ക് എർത്തിൽ വരയ്ക്കാൻ പറ്റും? ദേ ആർ ഓൾ ഇമാജിനറി ലൈൻസ്, നോട്ട് റിയൽ ലൈൻസ്. ഇങ്ങനെയുള്ള ലൈനുകളൊന്നും നമ്മുടെ എർത്തിൻ്റെ സർഫസിൽ ആരും വരച്ചു വെച്ചിട്ടില്ല. ദേ ആർ ഓൾ ഇമാജിനറി ലൈൻസ്. ഇത് ടൈം കാൽക്കുലേഷന് വേണ്ടി നമ്മൾ ഉണ്ട് എന്ന് നമ്മൾ പറയുന്ന ലൈൻസാണ്. ഈ ലൈൻസ് ലോഞ്ചിറ്റ്യൂഡുകൾ എവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുക? നോർത്ത് പോളിൽ സ്റ്റാർട്ട് ചെയ്ത് സൗത്ത് പോളിലേക്കാണ് നമ്മൾ വരയ്ക്കുക. ഓൾ ലോഞ്ചിറ്റ്യൂഡ്സ് ഹാവ് ഈക്വൽ ലെങ്ത്. എല്ലാ ലോഞ്ചിറ്റ്യൂഡുകൾക്കും ഈക്വൽ ലെങ്ത് ആണ്. എന്നാൽ ലാറ്റിറ്റ്യൂഡിന് അങ്ങനല്ല. ലാറ്റിറ്റ്യൂഡിൻ്റെ ലെങ്ത് മാറിക്കൊണ്ടിരിക്കും. ഇക്വേറ്ററാണ് ഏറ്റവും വലുത്. എന്നാൽ നമ്മൾ പോളാർ ഏരിയയിലേക്ക് പോകുമ്പോൾ
ലാറ്റിറ്റ്യൂഡുകൾ എങ്ങനെയാവും? ചെറുതായി ചെറുതായി പോളാർ ഏരിയയിൽ വരുമ്പോൾ അതൊരു ഏറ്റവും ലോവസ്റ്റ് ലെങ്തിലേക്ക് വരും അല്ലേ? എന്നാൽ ലോഞ്ചിറ്റ്യൂഡ് അങ്ങനല്ല. ലോഞ്ചിറ്റ്യൂഡുകൾ നോക്കിക്കേ, ഓൾ ആർ ഈക്വൽ ലെങ്ത്. ഓൾ ആർ ഈക്വൽ ലെങ്ത്. ദേ സ്റ്റാർട്ട് ഫ്രം നോർത്ത് പോൾ ടു സൗത്ത് പോൾ. ഓക്കെ, ഹൗ മെനി ലോഞ്ചിറ്റ്യൂഡ്സ് in the earth's surface? If we draw longitudes 1 degree extension, what happen? There are 360 longitudes. നിങ്ങളൊന്ന് നോക്കിക്കേ, നമ്മുടെ ഈ ഗ്ലോബ് എന്ന് പറയുന്നത് എത്ര ഡിഗ്രി ഉണ്ട്? നമുക്കറിയാം ഗ്ലോബിൻ്റെ ഒരു ഹാഫ് എന്ന് പറയുന്നത് 180 ഡിഗ്രി വരും. നിങ്ങൾ മാത്തമാറ്റിക്സിൽ പഠിച്ചിട്ടുണ്ട്. ഒരു ഹാഫ് എന്ന് പറയുന്നത് 180 ഡിഗ്രി വരും, മറ്റേ ഹാഫും 180 ഡിഗ്രി വരും. അപ്പോൾ രണ്ട് ഹാഫ് കൂടി ചേർത്ത് വെച്ച് കഴിയുമ്പോൾ മൊത്തം ഗ്ലോബാവും. ഈ ഗ്ലോബിന് ആകെ എത്ര ഡിഗ്രി വരും? 360 ഡിഗ്രി വരും അല്ലേ? 180 + 180 360 ഡിഗ്രി വരും. അപ്പോൾ ഓരോ ഡിഗ്രി എക്സ്റ്റൻഷനിൽ നമ്മൾ ലോഞ്ചിറ്റ്യൂഡുകൾ മാർക്ക് ചെയ്താൽ എത്ര ലോഞ്ചിറ്റ്യൂഡ് വരയ്ക്കാൻ പറ്റും? 360 ലോഞ്ചിറ്റ്യൂഡ്സ്. 360 ലോഞ്ചിറ്റ്യൂഡ്സ്, 360 ലോഞ്ചിറ്റ്യൂഡുകൾ വരയ്ക്കാം. ഒരു ഹാഫ് എന്ന് പറയുന്നത് 180 ഡിഗ്രി, ഒരു ഹാഫ് എന്ന് പറയുന്നത് 180 ഡിഗ്രി. അപ്പോൾ മൊത്തം ഗ്ലോബ് എന്ന് പറയുന്നത് എത്ര ഡിഗ്രിയാണ്? 360 അല്ലേ? 360. ഈ 360 വരുമ്പോൾ ഓരോ ഡിഗ്രി വിട്ടിൽ നമ്മൾ ലോഞ്ചിറ്റ്യൂഡുകൾ മാർക്ക് ചെയ്തു പോയാൽ എത്ര ലോഞ്ചിറ്റ്യൂഡ് വരയ്ക്കാം? 360 ലോഞ്ചിറ്റ്യൂഡുകൾ വരയ്ക്കാം. 360. അപ്പോൾ ലോഞ്ചിറ്റ്യൂഡുകളെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ നമ്മുടെ ടൈം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ലോഞ്ചിറ്റ്യൂഡുകൾ ആകെ എത്ര എണ്ണം ഉണ്ട്? 360 എണ്ണം ഉണ്ട്. ഈ 360 ലോഞ്ചിറ്റ്യൂഡുകൾ എർത്തിന് മൂവ് ചെയ്ത് ഒരു റൗണ്ട് പൂർത്തിയാക്കണമെങ്കിൽ എത്ര സമയം വേണം? എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നത് എത്ര സമയം കൊണ്ടാണ്? 24 hours. അപ്പോൾ 360 ലോഞ്ചിറ്റ്യൂഡുകളെ കവർ ചെയ്ത് എർത്തിന് ഒരു പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്ത് വരാൻ 24 hours വേണം. അപ്പോൾ നമുക്ക് ആ ഇക്വേഷനിലേക്ക് പോകാം. നോക്കിക്കേ, എർത്ത് ടേക്സ് 4 minutes ടു ടേൺ 1 degree. 1 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് എർത്തിൽ നിന്ന് ടേൺ ചെയ്യണമെങ്കിൽ അതെടുക്കുന്ന സമയം 4 minutes ആണെന്ന് നമ്മൾ തെളിയിക്കാൻ പോവുക. നമ്മളത് പ്രൂവ് ചെയ്യാൻ പോവുക. The earth takes 24 hours to complete 1 rotation. That means the earth takes 24 hours to turn 360 degree. മനസ്സിലായല്ലോ? 360 ലോഞ്ചിറ്റ്യൂഡുകളാണ് എർത്തിന് ഒരു റൗണ്ടിൽ ചെയ്യേണ്ടത്. അത്രയും കവർ ചെയ്യാൻ എർത്ത് എത്ര സമയം എടുക്കുന്നു? 24 hours എടുക്കുന്നു. ദാറ്റ് മീൻസ് 360 ഡിഗ്രീസ് കവർ ചെയ്യാൻ 24 hours. ദാറ്റ് മീൻസ് 360 ഡിഗ്രി ഈസ് ഈക്വൽ ടു 1440 മിനിറ്റ്. എന്തുകൊണ്ടാണ് ടീച്ചർ ഈ 24 hours മിനിറ്റ് ആക്കി മാറ്റിയത്? നമുക്കറിയാം 360 ഡിഗ്രിയെ 24 hours കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് മാത്തമാറ്റിക്സിൽ അതറിയാം. അതിനെ നമുക്ക് എന്ത് ചെയ്താലേ നമുക്കത് ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ? അതിനെ നമ്മൾ മിനിറ്റായിട്ട് കൺവേർട്ട് ചെയ്യണം. 24 മണിക്കൂറിനെ എങ്ങനെ മിനിറ്റായിട്ട് കൺവേർട്ട് ചെയ്യാം? അതിനെ 60 കൊണ്ട് ഗുണിച്ചാൽ മതി. 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എന്തുകൊണ്ടാണ്? ഒരു മിനിറ്റ് എന്ന് പറയുന്നത് ഒരു അവർ എന്ന് പറയുന്നത് 60 minutes ആണ്. അപ്പോൾ 24 × 60 അതാണ് 1440 മിനിറ്റ്. അപ്പോൾ ഒരു ഡിഗ്രി കവർ ചെയ്യാൻ എത്ര സമയം എടുക്കും? 1440 ഡിവൈഡഡ് ബൈ 360. ഓക്കെ, 360 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ദാറ്റ് മീൻസ് 4 minutes. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് 15 ഡിഗ്രി കവർ ചെയ്യാൻ എത്ര സമയം വേണം? 1 ഡിഗ്രി കവർ ചെയ്യാൻ 4 minutes വേണമെങ്കിൽ 15 ഡിഗ്രി കവർ ചെയ്യാൻ എത്ര സമയം വേണം? 15 × 4 ദാറ്റ് മീൻസ് 60 minutes. 60 minutes എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 hour. അപ്പോൾ എർത്തിന് 1 ഡിഗ്രി കവർ ചെയ്യാൻ, 1 ഡിഗ്രി ഒന്ന് ടേൺ ചെയ്യാൻ എർത്ത് എടുക്കുന്ന സമയം 4 minutes. എർത്ത് അങ്ങനെ 15 ഡിഗ്രികൾ ടേൺ ചെയ്യാൻ എടുക്കുന്ന സമയം 1 hour. ഓക്കെ, ഇതാണ് അതിൻ്റെ പിക്ചർ. കണ്ടോ? എർത്ത് 1 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് കവർ ചെയ്യാൻ എടുക്കുന്ന സമയം എല്ലാവരും മനസ്സിൽ ഉറപ്പിച്ചു വെച്ചോ, 4 minutes. അങ്ങനെ 15 ഡിഗ്രി കവർ ചെയ്യാൻ എടുക്കുന്ന സമയം 1 hour. 15 ഡിഗ്രി കവർ ചെയ്യണമെങ്കിൽ 1 hour. ഓക്കെ, അപ്പോൾ ഈ പിക്ചറിൽ കാണുന്നതാണ് ലോഞ്ചിറ്റ്യൂഡുകൾ. ഓക്കെ, ദെൻ വാട്ട് ഈസ് ലോക്കൽ ടൈം? എന്താണ് ലോക്കൽ ടൈം? നമ്മളെപ്പോഴും പറയുന്ന വാക്കാണ് അല്ലേ, ലോക്കൽ ടൈം. ഒരു സ്ഥലത്തെ ലോക്കൽ ടൈം എത്രയാണ്? ലോക്കൽ ടൈം ഈസ് കാൽക്കുലേറ്റഡ് ബേസ്ഡ് ഓൺ ദ ഷാഡോ ആൻഡ് ഓവർഹെഡ് പൊസിഷൻ ഓഫ് ദ സൺ.
പഴയ കാലം തൊട്ടേ നമ്മൾ ലോക്കൽ ടൈം കണക്കാക്കുന്നത് നമ്മുടെ ഷാഡോ നോക്കിയിട്ടും അതുപോലെ തന്നെ സണ്ണിൻ്റെ പൊസിഷൻ നോക്കിയിട്ടുമാണ്. പഴയ കാലത്ത് നമ്മുടെ അപ്പൂപ്പന്മാരൊക്കെ സൺ നമ്മുടെ തലയ്ക്ക് മീതെ നേരെ വെർട്ടിക്കലി തലയ്ക്ക് മീതെ വരുമ്പോൾ അവരെന്ത് പറയും? ഇത് ഉച്ച സമയമാണെന്ന് പറയും. അപ്പോൾ നമ്മുടെ ഷാഡോ എങ്ങനെയായിരിക്കും? ഷാഡോ എന്ന് പറയുന്നത് ഏറ്റവും അതിൻ്റെ മിനിമം സൈസിലായിരിക്കും. നമുക്ക് ഷാഡോ കാണാൻ പറ്റത്തില്ല, നമ്മുടെ കാൽച്ചോട്ടിലായിരിക്കും ഷാഡോ. കാരണം എന്താ? ഈ സൺ എന്ന് പറയുന്നത് നമ്മുടെ തലയ്ക്ക് നേരെ മുകളിലായിരിക്കും. അതായത് തലയുടെ നേരെ മുകളിൽ സൺ വരുന്ന സമയമാണ് 12 noon. ഓക്കെ, അങ്ങനെയായിരുന്നു പഴയ കാലത്ത് കണക്കാക്കുന്നത്. അപ്പോൾ നമ്മുടെ ഓരോ സ്ഥലത്തെയും ടൈം കാൽക്കുലേറ്റ് ചെയ്യുന്നതിൻ്റെ പഴയ കാലം തൊട്ടുള്ള രീതി എന്താണ്? ദ ലെങ്ത് ഓഫ് ദ ഷാഡോ ആൻഡ് ദ പൊസിഷൻ ഓഫ് ദ സൺ. ഇറ്റ് ഈസ് കൺസിഡർഡ് ടു ബി noon വെൻ ദ സൺ ഈസ് വെർട്ടിക്കലി ഓവർഹെഡ്. ഓവർഹെഡ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ തലയുടെ നേരെ മുകളിൽ സൺ വരുമ്പോൾ നമ്മൾ എന്ത് പറയുന്നു? ഇറ്റ് ഈസ് noon, 12 ആണെന്ന് പറയുന്നു, ഉച്ച സമയമാണെന്ന് പറയുന്നു. ലെങ്ത് ഓഫ് ദ ഷാഡോ ഈസ് ദ ഷോർട്ടസ്റ്റ് അറ്റ് ദ സമയം ടൈം. ആ സമയത്ത് നമ്മുടെ ഷാഡോ ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിരിക്കും, നമ്മുടെ കാൽച്ചോട്ടിലായിരിക്കും നമ്മുടെ ഷാഡോ. ഓക്കെ, ദ ടൈം കാൽക്കുലേറ്റഡ് ബേസ്ഡ് ഓൺ ദ ലെങ്ത് ഓഫ് ദ ഷാഡോ ആൻഡ് ദ പൊസിഷൻ ഓഫ് ദ സൺ ഈസ് ടേംഡ് ആസ് ലോക്കൽ ടൈം. അപ്പോൾ ഒരു സ്ഥലത്തിൻ്റെ ലോക്കൽ ടൈം എന്ന് പറയുന്നത് സൺ ആ സ്ഥലത്തിൻ്റെ മുകളിൽ വരുന്ന സമയം, അത് സണ്ണ് അതിൻ്റെ മുകളിൽ വെർട്ടിക്കലി വരുന്ന സമയമാണ് ആ സ്ഥലത്തിൻ്റെ ലോക്കൽ ടൈം. ടൈം ഈസ് കാൽക്കുലേറ്റഡ് ബേസ്ഡ് ഓൺ ദ ലെങ്ത് ഓഫ് ദ ഷാഡോ ആൻഡ് ദ പൊസിഷൻ ഓഫ് ദ സൺ ഈസ് ടേംഡ് ആസ് ലോക്കൽ ടൈം. ഓക്കെ, അപ്പോൾ ഓരോ സ്ഥലത്തെ ലോക്കൽ ടൈം എന്ന് പറയുന്നത് സൺ ആ പർട്ടിക്കുലർ സ്ഥലത്തിൻ്റെ മുകളിൽ വരുന്ന സമയം. അപ്പോൾ ഇന്ത്യയുടെ മുകളിൽ സൺ വരുന്ന സമയവും ലണ്ടന് മുകളിൽ വരുന്ന സമയവും അമേരിക്കയുടെ മുകളിൽ വരുന്ന സമയവും ടോക്കിയോയുടെ മുകളിൽ വരുന്ന സമയവും എല്ലാം ഡിഫറെൻറ്റാണ്. കാരണം എർത്ത് ടേൺ ചെയ്താലല്ലേ ആ സണ്ണിൻ്റെ നേരെ വരുള്ളൂ. അപ്പോൾ എർത്ത് ടേൺ ചെയ്ത് ഓരോ സ്ഥലവും സണ്ണിൻ്റെ നേരെ വരുന്ന സമയമാണ് അവരുടെ ലോക്കൽ ടൈം. സോ ഇറ്റ് ഈസ് ഡിഫറെൻറ്റ്. നമ്മൾ ആദ്യം കണ്ട ആ ഒരു എന്താണ് മാപ്പിൽ പല സമയം കൊടുത്തിരിക്കുന്ന മനസ്സിലായല്ലോ. സണ്ണിൻ്റെ നേരെ സൺ ഒരിടത്ത് നിൽക്കുക, എർത്ത് ഇങ്ങനെ ടേൺ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ എർത്ത് ടേൺ ചെയ്ത് സണ്ണിന് നേരെ വരുന്നത് എല്ലാ സ്ഥലവും കൂടെ ഒരുമിച്ച് സണ്ണിൻ്റെ നേരെ വരുമോ? നോ, ഓരോ സ്ഥലവും ഓരോ സമയത്താണ് വരുന്നത്. അതാണ് ടൈം വ്യത്യാസം വരുന്നതിനുള്ള കാരണം. സോ ദ ലോക്കൽ ടൈം ഈസ് ഡിഫറെൻറ്റ് ഇൻ ഡിഫറെൻറ്റ് കൺട്രീസ് ബിക്കോസ് the local time is calculated on the based on the position of the sun in that particular country. Okay, so that is local time. What is standard time? ഇപ്പോൾ ഒരു സ്ഥലത്തിൻ്റെ ലോക്കൽ ടൈം എന്ന് പറയുന്നത് ആ പർട്ടിക്കുലർ സ്ഥലത്തിൻ്റെ മുകളിൽ സൺ വരുന്ന സമയം. ഓക്കെ അല്ലേ? ആ പർട്ടിക്കുലർ സ്ഥലം സണ്ണിന് നേരെ വരുന്ന സമയമാണ് ആ സ്ഥലത്തിൻ്റെ ലോക്കൽ ടൈം. ബട്ട് വാട്ട് ഈസ് സ്റ്റാൻഡേർഡ് ടൈം? ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം നമുക്കറിയാം, നമ്മളെപ്പോഴും പറയും IST എന്ന് പറയും, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം. അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന വളരെ വിശാലമായിട്ട് കിടക്കുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ ഗുജറാത്താണ് ഇന്ത്യയുടെ ഏറ്റവും ഫസ്റ്റ് പൊസിഷൻ. അതുപോലെ തന്നെ അരുണാചൽ പ്രദേശാണ് നമ്മുടെ ലാസ്റ്റ്. അപ്പോൾ ഗുജറാത്ത് തൊട്ട് അരുണാചൽ പ്രദേശ് വരെ വളരെ വിശാലമായിട്ട് കിടക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. അപ്പം ആ ഇന്ത്യയിലൂടെ എത്രയോ ലോഞ്ചിറ്റ്യൂഡുകൾ കടന്നു പോകുന്നു അല്ലേ? ആ ലോഞ്ചിറ്റ്യൂഡുകളെല്ലാം ഇങ്ങനെ ഓരോ സ്ഥലത്തും ഓരോ ലോക്കൽ ടൈമാണ്. അപ്പോൾ ഗുജറാത്തിലെ ലോക്കൽ ടൈം, കേരളത്തിലെ ലോക്കൽ ടൈം, ഒറീസയിലെ ലോക്കൽ ടൈം, അതുപോലെ തന്നെ കൊൽക്കത്തയിലെ ലോക്കൽ ടൈം, ദെൻ അരുണാചൽ പ്രദേശിലെ ലോക്കൽ ടൈം, ഓൾ ആർ ഡിഫറെൻറ്റ്. ഇതെല്ലാം ഡിഫറെൻറ്റാണ്. ആ സ്ഥലത്തിന് മുകളിൽ സൂര്യൻ വരുന്ന സമയമാണ്, അല്ലെങ്കിൽ ആ സ്ഥലം സൂര്യന് നേരെ വരുന്ന സമയമാണ്. ബട്ട് അത് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇന്ത്യയിൽ തന്നെ എത്ര ലോക്കൽ ടൈം വരും? സോ മെനി ലോക്കൽ ടൈംസ്. അപ്പോൾ നമുക്ക് സ്റ്റാൻഡേർഡ് ടൈമിലേക്ക് നമ്മൾ പോവാം. ദ ലോക്കൽ ടൈം അറ്റ് ഈച്ച് ലോഞ്ചിറ്റ്യൂഡ് വിൽ ബി ഡിഫറെൻറ്റ്. സോ ദർ വിൽ ബി ഡിഫറെൻറ്റ് ലോക്കൽ ടൈംസ് വിതിൻ എ കൺട്രി. ദിസ് വിൽ ക്രിയേറ്റ് കൺഫ്യൂഷൻ. അപ്പോൾ ഗുജറാത്തുകാർ പറയും ഞങ്ങൾക്കിപ്പം 8 മണി, അപ്പോൾ കേരളക്കാർ പറയും ഞങ്ങൾക്കിപ്പോൾ 8:30, നമ്മുടെ മഹാരാഷ്ട്രക്കാർ പറയും ഞങ്ങൾക്ക് 8:15, അത് കഴിഞ്ഞ് നമ്മുടെ ബീഹാറിലേക്ക് വരുമ്പോൾ അവർ പറയും ഞങ്ങൾക്ക് 8:45, ദെൻ കൊൽക്കത്തക്കാർ പറയും ഞങ്ങൾക്ക് 9 o'clock,
അരുണാചൽ പ്രദേശുകാർ പറയും ഞങ്ങൾക്ക് 9:30 ഓർ 10 o'clock. അപ്പോൾ ഒരേ രാജ്യത്ത് തന്നെ പല സമയങ്ങൾ പറയുന്നു. ഇറ്റ് വിൽ ക്രിയേറ്റ് കൺഫ്യൂഷൻ. ടു ഓവർകം ദിസ് ക്രൈസിസ് based on the international understanding, countries have selected a longitude which is a multiple of 7.5 degree longitude as standard meridian. അതായത് ഒരു രാജ്യത്ത് തന്നെ പല ലോക്കൽ ടൈം വരുന്നു. ഒരു രാജ്യത്തിൻ്റെ ഇങ്ങേയറ്റത്ത് കിടക്കുന്ന സ്ഥലത്തിൻ്റെ ലോക്കൽ ടൈമും നടുക്ക് കിടക്കുന്ന സ്ഥലത്തിൻ്റെ ലോക്കൽ ടൈമും അതിൻ്റെ ഏറ്റവും അറ്റത്ത് കിടക്കുന്ന സ്ഥലത്തിൻ്റെ ലോക്കൽ ടൈമും ഡിഫറെൻ്റ് ആകുമ്പോൾ ഒരു രാജ്യത്ത് കൺഫ്യൂഷൻ ഉണ്ടാകുന്നു. ഒരു രാജ്യത്തെ ഒരു മാച്ച് പറയാൻ, അല്ലെ റെയിൽവേ ടൈം പറയാൻ, അല്ലെങ്കിൽ നമ്മുടെ റേഡിയോ ടൈം, ടി വി ടൈം, ഇതെല്ലാം ഡിഫറെൻ്റ് ആയി പോകുന്നു. ടി വിയിലൊരു ലൈവ് ടെലികാസ്റ്റ് ഉണ്ടായി, പ്രധാനമന്ത്രിയുടെ പ്രസംഗം ഉണ്ടായി. 2:30 PM പ്രസംഗം ആരംഭിക്കും. ഗുജറാത്തുകാർ വെക്കുമ്പോൾ പ്രസംഗമായിട്ടില്ല. അതുപോലെ തന്നെ അരുണാചൽ പ്രദേശുകാർ അവരുടെ 2:30 ഓൺ ചെയ്ത് വരുമ്പോൾ അത് പ്രസംഗമൊക്കെ കഴിഞ്ഞുപോയി, അവർക്ക് കാണാനും പറ്റിയില്ല. ഓക്കെ, അങ്ങനെ വലിയ കൺഫ്യൂഷൻ ഉണ്ടാവും, വലിയ ക്രൈസിസ് ഉണ്ടാവും. സോ ടു അവോയ്ഡ് ദിസ് കൺഫ്യൂഷൻ ദ ഇൻ്റർനാഷണൽ അണ്ടർസ്റ്റാൻഡിങ് കൺട്രീസ് ഹാവ് സെലക്റ്റഡ് എ ലോഞ്ചിറ്റ്യൂഡ്. അപ്പോൾ ഒരു ഇൻ്റർനാഷണൽ അണ്ടർസ്റ്റാൻഡിങ് കൊണ്ടുവന്നു, എല്ലാ രാജ്യങ്ങളോടും ആലോചിച്ച് ഒരു അണ്ടർസ്റ്റാൻഡിങ് കൊണ്ടുവന്നു. നിങ്ങളെല്ലാവരും നിങ്ങളുടെ രാജ്യത്തിൻ്റെ ഒരു ലോഞ്ചിറ്റ്യൂഡ് നിങ്ങൾ സെലക്ട് ചെയ്യണം. ആ ലോഞ്ചിറ്റ്യൂഡ് എങ്ങനെയുള്ള ലോഞ്ചിറ്റ്യൂഡാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്? അത് മിഡിൽ പോർഷനിലായിരിക്കണം. നമ്മുടെ രാജ്യത്തിൻ്റെ മിഡിൽ, അല്ലേ, ആർക്കും എല്ലാവർക്കും നീതി കൊടുക്കാൻ വേണ്ടി രാജ്യത്തിൻ്റെ മിഡിലിലൂടെ പോകുന്ന ഒരു ലോഞ്ചിറ്റ്യൂഡ് സെലക്ട് ചെയ്യണം. പക്ഷേ ആ ലോഞ്ചിറ്റ്യൂഡിന് ഒരു പ്രത്യേകത ഉണ്ടാകണം. ഇറ്റ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 7.5 degree. ആ നമ്മൾ സെലക്ട് ചെയ്യുന്നത് ആ രാജ്യത്തിൻ്റെ മിഡിലിലൂടെ പോകുന്ന ലോഞ്ചിറ്റ്യൂഡ് ആയിരിക്കണം. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകതയും കൂടെ വേണം, അത് 7.5 ഡിഗ്രിയുടെ ഒരു മൾട്ടിപ്പിളും ആയിരിക്കണം. എന്തായിരിക്കും ഈ 7.5 ഡിഗ്രി? നമുക്കറിയാം 1 hour എർത്തിന് ടേൺ ചെയ്യണമെങ്കിൽ എത്ര ഡിഗ്രികൾ പോകണം? 15 ഡിഗ്രി പോകണം. അതിൻ്റെ ഹാഫാണ് 7.5 ഡിഗ്രി. 15 ഡിഗ്രിയുടെ ഹാഫ്. എന്തുകൊണ്ടായിരിക്കും 15 ഡിഗ്രി എടുക്കാഞ്ഞത്? നമുക്കറിയാം ചില രാജ്യങ്ങളൊക്കെ വളരെ ചെറുതാണ്. ആ രാജ്യങ്ങൾക്ക് 15 ഡിഗ്രി വരെ എടുക്കാനുള്ള ലെങ്ത്, അതിനുള്ള ഒരു ഏരിയ കാണത്തില്ല. അതുകൊണ്ട് ഇൻ്റർനാഷണലി നമ്മൾ എന്ത് തീരുമാനിച്ചു? 15 ഡിഗ്രി എടുക്കണ്ട, 7.5 ഡിഗ്രി, അതായത് 30 മിനിറ്റ്, 1 മണിക്കൂർ നമ്മൾ എടുക്കുന്നില്ല. 1 മണിക്കൂറിൻ്റെ പകുതി, 30 മിനിറ്റ് എർത്തിന് ടേൺ ചെയ്യാൻ എടുക്കുന്ന സമയമാണ് 7.5 ഡിഗ്രി. അപ്പോൾ എല്ലാ രാജ്യങ്ങളും അവരുടെ രാജ്യത്തിൻ്റെ മിഡിലിലൂടെ പോകുന്ന ഒരു ലോഞ്ചിറ്റ്യൂഡ് സെലക്ട് ചെയ്യുന്നു. അത് 7.5 ഡിഗ്രി മൾട്ടിപ്പിൾ ആയിരിക്കണമെന്ന് ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കുന്നു. ഓക്കെ, അതാണ് സ്റ്റാൻഡേർഡ് ടൈം. ആ മെറിഡിയനെ, ആ ലോഞ്ചിറ്റ്യൂഡിനെ ബേസ് ചെയ്തുകൊണ്ട് ആ രാജ്യത്തിന് മൊത്തം ഒരു സമയം നമ്മൾ തീരുമാനിക്കുന്നു. ദ ലോക്കൽ ടൈം അറ്റ് ദാറ്റ് സ്റ്റാൻഡേർഡ് മെറിഡിയൻ ഈസ് കൺസിഡേർഡ് ആസ് ദ സ്റ്റാൻഡേർഡ് ടൈം ഓഫ് ദാറ്റ് കൺട്രി. ഡു യു അണ്ടർസ്റ്റാൻഡ്? അതായത് ഇപ്പോൾ ഇന്ത്യ സെലക്ട് ചെയ്യുന്നത് നമ്മുടെ മിഡിലിലൂടെ പോകുന്ന ഒരു ലോഞ്ചിറ്റ്യൂഡ്, അത് 82.5 ഡിഗ്രി ഈസ്റ്റേൺ ലോഞ്ചിറ്റ്യൂഡ് ആണെന്ന് നിങ്ങൾ അങ്ങ് സങ്കല്പിക്കുക. അതാണെന്ന് വിചാരിച്ചോ. അത് 7.5 ഡിഗ്രി മൾട്ടിപ്പിളും ആണ്. ഓക്കെ, അപ്പം നമ്മൾ 82.5 ഡിഗ്രി ഇന്ത്യയുടെ മിഡിലിലൂടെ പോകുന്ന ലോഞ്ചിറ്റ്യൂഡ് നമ്മൾ സ്റ്റാൻഡേർഡ് മെറിഡിയനായിട്ട് സെലക്ട് ചെയ്യുന്നു. ഈ സ്റ്റാൻഡേർഡ് മെറിഡിയനിൽ വരുന്ന ലോക്കൽ ടൈമാണ് ഇന്ത്യ മുഴുവൻ ഉപയോഗിക്കുന്നത്. ദാറ്റ് ഈസ് സ്റ്റാൻഡേർഡ് ടൈം ഓഫ് അവർ നേഷൻ. So the local time at this standard meridian is considered as the standard time of that country. പക്ഷേ റഷ്യ പോലുള്ള ചില അതിവിശാലമായ രാജ്യങ്ങൾക്ക് 2 സ്റ്റാൻഡേർഡ് ടൈമൊക്കെ ഉണ്ട് കേട്ടോ. അതിനെപ്പറ്റി ടീച്ചർ അടുത്ത ക്ലാസ്സിൽ പറയുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സമയം അവസാനിക്കുകയാണ്. നമ്മുടെ 2 കാര്യങ്ങൾ നമ്മൾ പഠിച്ചു, 3 കാര്യങ്ങൾ ഇന്ന് പഠിച്ചു. എങ്ങനെയാണ് ടൈം കാൽക്കുലേഷൻ? ഒരു ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് കവർ ചെയ്യാൻ 4 മിനിറ്റ് എടുക്കും. 15 ഡിഗ്രി കവർ ചെയ്യാനായിട്ട് 1 hour എടുക്കും. അതുപോലെ തന്നെ ലോക്കൽ ടൈം എന്ന് പറയുന്നത് ആ സ്ഥലത്ത് സൂര്യൻ്റെ പൊസിഷനാണ് നമ്മൾ നോക്കുക. ദെൻ സ്റ്റാൻഡേർഡ് ടൈം എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്കുണ്ടാകും. നെക്സ്റ്റ് ക്ലാസ്സോടുകൂടി നമ്മുടെ ഈ ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്യും. ഓക്കെ സ്റ്റുഡൻസ്, okay, thank you so much.